കേരളത്തിലെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ പ്രത്യേകിച്ചും UDFകാർ അടിയന്തരമായി ഇടപെടേണ്ട ഒരു കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്വന്തം പാർട്ടിയുടെ പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് പോലും പുറത്താക്കിയിരിക്കുകയാണ്. കൂടാതെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ വേണമെങ്കിൽ കോൺഗ്രസ്സിന് രാഹുൽ മാങ്കൂട്ടത്തോട് രാജിവെക്കാനും കൂടി പറയേണ്ടതാണ്. കാരണം അങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലെല്ലാം എടുക്കുകൊണ്ടോ സ്വന്തം വോട്ട് കൊണ്ടോ ഒന്നുമല്ല അവിടെ ജയിച്ചത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെയും അടക്കം UDFൻ്റെ വോട്ടുകൾ കൂടി മേടിച്ചുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. വല്ല 3, 4 പേര് 5, 10 പേര് ചിലപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ വോട്ട് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെയൊന്നുമല്ല വോട്ട് ചെയ്തത്. 18,840 വോട്ടുകൾ നേടി അവിടെ ജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം UDF ഉയർത്തുന്ന രാഷ്ട്രീയമാണ് എന്ന് പറയുന്ന ബോധ്യം UDFന് കൂടി ഉണ്ടാകണം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടേണ്ടതാണ്. പക്ഷേ അതിന് എന്തുകൊണ്ടോ നമ്മുടെ നേതാക്കന്മാർക്ക് കഴിയുന്നില്ല. കഴിയാത്തതിൻ്റെ പിന്നിൽ മറ്റ് ചില കാരണങ്ങളൊക്കെ ഉണ്ടാവും. അതിലേക്ക് ചിലപ്പോൾ കടക്കുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെങ്കിലും കോൺഗ്രസ് ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ളൊരു നടപടിയെടുത്തത് എന്ന് പറഞ്ഞ് കോൺഗ്രസ്സിന് നെഞ്ചുപിരിച്ച് നിൽക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ കേരളത്തിലുണ്ടായിരുന്ന സാഹചര്യത്തെ അനുദിനം ചില സൈബർ അണികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ മനസ്സിലാക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ KPCC പ്രസിഡന്റ് ഇദ്ദേഹത്തെ പുറത്താക്കി. അതിനുശേഷം നമുക്കറിയാം പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കി പ്രത്യേകമായിട്ടുള്ള ഇരിപ്പിടം സ്പീക്കറോട് പറഞ്ഞ് ഒരുക്കുകയാണ് ചെയ്തേക്കുന്നത്. അതിനുശേഷം യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ 3ാമത്തെ കേസ് വരികയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ആരും തന്നെ ഇദ്ദേഹത്തെ കാണാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. യഥാർത്ഥത്തിൽ VD സതീശൻ ഇദ്ദേഹം ഒരു ആശാ വർക്കേഴ്സിൻ്റെയൊക്കെ സമരത്തിൻ്റെ ഇടയ്ക്ക് വന്നു എന്നറിഞ്ഞിട്ട് VD സതീശൻ വരാതിരിക്കുകയും ഇദ്ദേഹം പോയതിന് ശേഷമാണ് VD സതീശൻ വരികയും ചെയ്തത്. സതീശൻ ഒന്നാമത്തെ വ്യക്തമായൊരു നിലപാടെടുത്ത ഒരാളാണ്. അതിൻ്റെ പേരിൽ സതീശൻ കേക്കച്ചൻ എന്നൊക്കെ ഉള്ള വിളികളൊക്കെ നിരവധി കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പോലും വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം സ്വന്തം സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ ക്ലിപ്പ് കൂടി നിങ്ങളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. കാരണം രമേശ് ചെന്നിത്തല തന്നെ ഇദ്ദേഹത്തോട് ഒന്നും മൈൻഡ് ചെയ്യാതെ എഴുന്നേറ്റ് പോവുകയും രമേശ് ചെന്നിത്തലയെ വിളിക്കുമ്പോൾ പോലും കാണാത്ത പോലെ അദ്ദേഹം കൃത്യമായിട്ട് അവഗണിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന രംഗമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ സംഭവിക്കുമ്പോഴും നിങ്ങളറിയേണ്ടത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുമ്പോഴും കോൺഗ്രസിൻ്റെ അണികൾ അല്ലെങ്കിൽ അണികളെന്ന് വ്യാജമായിട്ട് അണികളെന്ന് ഭാവിക്കുന്ന ആളുകൾ ഇവരുടെ കൂലി എഴുത്തുകാർ ഇവരുടെ കൊട്ടേഷൻ സംഘങ്ങളൊക്കെ തന്നെ കോൺഗ്രസിന് വലിയ ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഷാനിമോൾ ഉസ്മാനെതിരെയും അതുപോലെ നമ്മുടെ ഉമാ തോമസിനെതിരെ പോലെയുള്ള ആളുകൾക്കെതിരെയും ഒക്കെ തന്നെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായി. അതിനുശേഷം ഇവർ അതിജീവിതകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം തുടങ്ങി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചില ആളുകൾ കൂടി പുതിയതായിട്ട് രംഗത്തേക്ക് വന്നേക്കാണ്. ആ രംഗത്തേക്ക് വന്നേക്കുന്നതാണ് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മ വലിയ ഉത്കണ്ഠയിലാണ്, വലിയ കുണ്ഠിതപ്പെടലുകളിലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ജയിച്ച ഒരാളാണ് പത്തനംതിട്ടയിൽ നിന്ന്. കഴിഞ്ഞ തവണ വരെ ഒരു CPI-കാരിയായിരുന്നു. ആ CPI-കാരിയായിരുന്ന ആൾ ഇപ്പോഴും അവർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. ചെറിയ വോട്ടിനെന്തോ ഭൂരിപക്ഷത്തിന് ജയിച്ചു. ആ ജയിച്ചതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട ലൈവായിട്ട് വന്നിട്ട് അവർ പറയുന്ന ബേസിക് കാര്യം ഇതാണ്. അവർ അതിജീവിതക്കൊപ്പമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ പറഞ്ഞു വന്നതിൽ ഏറ്റവും അവസാനം ആകെത്തുക എന്ന് പറയുന്നത് അവർ അതിജീവിതന് ഒപ്പമാണ് എന്നാണ് പറയുന്നത്. കൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമോർത്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു ഉത്കണ്ഠകളുള്ളത്, കുണ്ഠിതപ്പെടലുള്ളത്. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ നേരത്തെ തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു ലേഖകൻ വിളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മോശമനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ആദ്യത്തെ ഇത് വന്നപ്പോൾ തന്നെ ചോദിച്ചു എന്ന് പറഞ്ഞു. അത് തന്നെ റിപ്പോർട്ടർ ചാനലിലേക്ക് ഗൂഢാലോചനയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ വലിയ നെടുനീളൻ വാചകങ്ങളൊക്കെ തട്ടിമൂളിക്കുന്നത് നമ്മൾ കേട്ടിരുന്നു. അന്നേരം ഒരു CPI-യിലാണെന്ന് നിങ്ങൾ ആലോചിക്കണം. പിന്നെ ഒരു സുപ്രഭാതത്തിൽ CPI ഇവർക്കെതിരെ നടപടിയെടുക്കുകയും CPI നിന്ന് പുറത്താക്കുകയും ചെയ്തപ്പോൾ ഇവർ നേരെ ഒറ്റടിക്ക് ആസ് എ നാച്ചുറൽ ചോയ്സ് എന്നുള്ളവർക്ക് കോൺഗ്രസിലേക്ക് വന്നു. കോൺഗ്രസ് അപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കോൺഗ്രസ് എന്ത് ചെയ്തു? എടുത്തു. കാരണം അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യം അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ കോൺഗ്രസിനകത്ത് വലിയ ക്ലൗട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അത് ആര് വഴിയാണ് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ക്ലൗട്ട് ഉണ്ടായിരുന്നു. ആ ക്ലൗട്ട് ഉള്ളതുകൊണ്ട് ഇവരെ ഉടനടി എടുത്തു. കൂടാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം നടന്നിട്ടുള്ള ഫെനി നൈനാന് മത്സരിക്കാനുള്ള ചാൻസ് കൊടുത്തു. ഫെനി ഇപ്പോൾ ഈ കേസിൽ പ്രതിയാണ്. കാരണം ഫെനിയാണ് മറ്റേ വയനാട് പുനരധിവാസ ഫണ്ട് എന്ന് പറഞ്ഞ് ഈ പെങ്കൊച്ചിനോട് 5000 രൂപ മേടിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം. മേപ്പാടിയിലും അതുപോലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തത്തിൽ ഒരു രൂപ പോലും സഹായിക്കാനോ ഒരു വീട് പോലും പണിയാത്ത യൂത്ത് കോൺഗ്രസ് യഥാർത്ഥത്തിൽ അതിൻ്റെ പേരിൽ ഈ പെൺകുട്ടിയോട് പോലും ഈ ഇരയായ പെൺകുട്ടിയോട് പോലും 5000 രൂപ മേടിച്ച് എന്ത് ചെയ്തു? പുട്ടടിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അതുകൂടാതെ നേമം ഷജീർ എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതായത് ഈ പുകലും പുല്ലാപ്പും ഒക്കെ കഴിഞ്ഞ് ഈ കോൺഗ്രസ് പുറത്താക്കിയതിന് ശേഷം യഥാർത്ഥത്തിൽ ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പല്ലാൾ ദേവനായിട്ട് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വലിയ തോതിൽ സംരക്ഷണം ഒരുക്കിയ ഒരാളുടെ പേര് നേമൻ ഷജീർ എന്നാണ്. അപ്പോൾ നേമൻ ഷജീറിനും പിന്നീട് കോൺഗ്രസ് സീറ്റ് കൊടുത്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്നു എന്നുള്ളത് കൂടാതെ ഈ പറയുന്ന സൈബർ രംഗത്തുള്ള സേനകളൊക്കെ തന്നെ ഈ വലിയ തോതിലുള്ള ന്യായീകരണവും അതുപോലെ തന്നെ ഇതിനെതിരെ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്ന ആളുകളെ ആക്രമിക്കാനും ഒക്കെ ആയിട്ട് വരുന്നത് എന്ത് തരം സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത് എന്ന് കോൺഗ്രസ് ഇനിയെങ്കിലും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനകത്തുള്ള സംഘടനാപരമായിട്ടുള്ള നേതാക്കൾക്കെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് വലിയ ധാരണകളുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സെക്രട്ടറി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ശ്രീനാദേവി കുഞ്ഞമ്മയോട്, KPCC നിങ്ങൾ കോൺഗ്രസ്സിലാണെന്ന് ആലോചിക്കണം, KPCC പ്രസിഡന്റ് പറയുന്നതിന് അപ്പുറത്തുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്ക് പറയാൻ അർഹതയില്ല, അല്ലെങ്കിൽ അതിന് അധികാരമില്ല എന്ന് ഓർപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഈ പല യൂത്ത് കോൺഗ്രസ്സിലെ പല സ്ത്രീകൾക്ക് പോലും ഇത്തരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പിന്നെ മാധ്യമപ്രവർത്തകർക്കൊക്കെ നിരവധി പേർക്ക് ഇതുപോലെയുള്ള മെസ്സേജൊക്കെ അയച്ച് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുള്ളിയെ ചാറ്റർജി എന്നാണ് വിളിച്ചിട്ടുള്ളത്. പിന്നെ പുള്ളി ചില കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിരുന്നു. കാരണം ടെലഗ്രാമിൽ മെസ്സേജ് അയക്കുക, വാട്സാപ്പിൽ അയക്കുക, ഇല്ലെങ്കിൽ SMS അയക്കുക. ഇനി അതില്ലെങ്കിൽ പുള്ളി എന്താണ് ഒരു ഗോ ഗെറ്ററാണ്. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഗൂഗിൾ പേ വഴി മെസ്സേജ് അയക്കാം, Paytm വഴിയൊക്കെ മെസ്സേജ് അയക്കാം എന്നുള്ള വലിയ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ പുള്ളി എന്ത് ചെയ്തിരുന്നു, തന്ത്രങ്ങളൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ആളുകൾ ഈ പറയുന്ന ഇവർക്ക് വേണ്ടി ഈ പറയുന്ന പോലെ ഇപ്പോഴും പണിയെടുക്കുന്ന ഇതുപോലെ സൈബർ കൂട്ടങ്ങൾ, ആ സൈബർ കൂട്ടങ്ങളിലൊക്കെ തലവനാരാണ്, ആരുടെ അനുഗ്രഹാശിസുകളോടെയാണ് നടക്കുന്നതൊക്കെ നമുക്കറിയാം. കാരണം അങ്ങനെ ഉള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താനോടൊന്ന് ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ഇത് ഇപ്പം നിർത്തിക്കൊള്ളാം, ഇല്ലെങ്കിൽ നിൻ്റെയൊക്കെ ചരിത്രം ഞാൻ എന്ത് ചെയ്യും പത്രസമ്മേളനം വിളിച്ച് പറയുമെന്ന് പറഞ്ഞപ്പോൾ ഇവരപ്പം തന്നെ നിർത്തിയിരുന്നു. യഥാർത്ഥത്തിൽ എനിക്ക് കോൺഗ്രസിനോട് പറയാനുള്ളത് വലിയ പ്രതിബന്ധങ്ങളെയാണ് VD സതീശനും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും ഒക്കെ നേരിടുന്നത് എന്നുള്ളത് എനിക്കറിയാം. കാരണം ഇവരെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പോലും കഴിയുന്നില്ലെന്നറിയാം. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ VD സതീശനെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും ഇത്ര വലിയ അറ്റാക്കുകൾ നടക്കില്ലല്ലോ. അതുകൊണ്ട് അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് കൂടാതെ ഈ വീഴ്ചക്ക് കുറച്ചുകൂടി ഒന്ന് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് നിരവധി യൂട്യൂബ് ചാനലിലെ പ്രമുഖരായിട്ടുള്ള നിരവധി ആളുകളും ഒക്കെ തന്നെ ഇപ്പോൾ മാങ്കൂട്ടം ടീംസായിട്ട് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇതുകൊണ്ട് കുറച്ച് വ്യൂവർഷിപ്പ് കിട്ടും, മറ്റേ കുറച്ച് എന്ത് ചെയ്യും കൂടുതൽ ആളുകൾ കാണുമെന്നുണ്ടെങ്കിൽ അവരിതുപോലെയുള്ള വീഡിയോകൾ ചെയ്യും. അങ്ങനെ വീഡിയോകളൊക്കെ തന്നെ കൂടുതൽ പേര് കാണുന്നതിൻ്റെ പിന്നിലെ തന്ത്രം എന്താണെന്ന് കൂടി നിങ്ങൾക്ക് അറിയണം. ഒരു സേനയെ അങ്ങനെ തന്നെ ഇരുത്തിയിട്ട് ഫേക്ക് ഐഡിയകളിൽ നിന്ന് നിരവധി മെസ്സേജുകളും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ വ്യൂവർഷിപ്പ് കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് എത്ര കാലം തുടരും? കാരണം ഇത് തുടരുന്നതിനെ അതിശക്തിയായ തിരിച്ചടികൾ മറുഭാഗത്തു നിന്നുകൂടി ഉണ്ടാകും. അതുകൊണ്ട് ഇത് രക്ഷിക്കാൻ കഴിയുന്നതിനും ഈ പറയുന്ന പോലെ രക്ഷിച്ചെടുക്കാൻ കഴിയുന്നതിനേക്കാൾ അങ്ങേയറ്റം മോശപ്പെട്ട അവസ്ഥകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വം ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അതുകൊണ്ട് ഈ കുഞ്ഞമ്മമാരൊക്കെയുടെയൊക്കെ ഉത്കണ്ഠകളൊക്കെ തന്നെ വലിയ തോതിൽ കോൺഗ്രസിന് വലിയ തലവേദനയായി മാറും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല.